കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പതിവ് പോലെ പ്രധാന വാർത്തകൾ. ആരും ദാരിദ്ര്യം മൂലമോ അഴിമതി മൂലമോ സ്വന്തം നാട് വിട്ടുപോകാൻ നിർബന്ധിതരാകാത്ത സാഹചര്യം ഒരുക്കണം മാർപ്പാപ്പ. വത്തിക്കാനിലെ ക്ലർജി ഡിക്കാസ്ട്രി സെക്രട്ടറിയായി മലയാളി സിസ്റ്റർ ചുമതലയേറ്റു. വിയറ്റ്നാമിൽ ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന ചടങ്ങ് നടന്നു. ദുബായിൽ കത്തോലിക്ക ദേവാലയങ്ങൾ വീണ്ടും തുറന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ മീറ്റ് റോമിൽ. വാർത്തകൾ വിശദമായി. കുടിയേറ്റക്കാരുടെ സംഗമഭൂമിയായ ഇറ്റലിയിലെ ലാംപദൂസ ലയോ 14 പാപ്പ സന്ദർശിച്ചു. ആരും ദാരിദ്ര്യം മൂലമോ അഴിമതി മൂലമോ സ്വന്തം നാട് വിട്ടുപോകാൻ നിർബന്ധിതരാകാത്ത സാഹചര്യം ഒരുക്കണമെന്ന് പാപ്പ സന്ദർശന വേളയിൽ പറഞ്ഞു. കുടിയേറ്റക്കാരെ സ്വീകരിക്കുവാനും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സമൂഹത്തിന്റെ ഭാഗമായി അവരെ സംയോജിപ്പിക്കുവാനും കഴിയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കണം. ലാംപദൂസയിലെ ജനങ്ങൾ കുടിയേറ്റക്കാരോട് കാണിക്കുന്ന അസാധാരണമായ കാരുണ്യത്തെ ഹൃദയത്തിന്റെ വിപ്ലവം എന്ന് പാപ്പ വിശേഷിപ്പിച്ചു. കുടിയേറ്റ ശ്രമത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് വേണ്ടി പാപ്പ പ്രാർത്ഥിച്ചു. ലാംപദൂസയിലെ വിവിധ കുടിയേറ്റ സ്മാരകങ്ങൾക്കൊപ്പം പാപ്പ സെമിത്തേരിയം സന്ദർശിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാംപദൂസ സന്ദർശനത്തെക്കുറിച്ചും മാർപ്പാപ്പ പരാമർശിച്ചു. 2013 ജൂലൈ 8 തീയതിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലാംപദൂസ സന്ദർശിച്ചത്. വത്തിക്കാനിലെ ക്ലർജി ഡിക്കാസ്ട്രി സെക്രട്ടറിയായി മലയാളി സിസ്റ്റർ സുജിത സേവ്യർ ചുമതലയേറ്റു. സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സന്യാസ സമൂഹാംഗമാണ്. നെയ്യാറ്റിൻകര രൂപത ചുള്ളിമാനൂർ തിരുഹൃദയ ഫൊറോന അംഗവും കൂടിയാണ് സിസ്റ്റർ സുജിത. ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന ചടങ്ങിന് വിയറ്റ്നാം സാക്ഷ്യം വഹിച്ചു. വിയറ്റ്നാം കത്തോലിക്ക വൈദികൻ ഫാദർ ഫ്രാൻസിസ് സേവ്യറിനെയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. ഒന്നാം ഇന്തോ ചൈന യുദ്ധത്തിനിടെ ഇടവകക്കാരെ രക്ഷിക്കാൻ സ്വജീവൻ ബലിയർപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ജൂലൈ 2 വിയറ്റ്നാമിലെ കാന്തോ രൂപതയിലെ ടാങ്സെ പള്ളിയിൽ നടന്ന ചടങ്ങിൽ 1 ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്തു. മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലെയാണ് വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനം നടത്തിയത്. യുദ്ധമേഖലയിലെ ആക്രമണങ്ങൾക്ക് ശമനമുണ്ടായതിനെ തുടർന്ന് ദുബായിലെ പ്രധാനപ്പെട്ട 2 കത്തോലിക്ക ദേവാലയങ്ങൾ വീണ്ടും വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. 3 മാസത്തോളമായി മധ്യപൂർവേഷ്യയിലെ ആക്രമണങ്ങളെ തുടർന്ന് ദേവാലയ തിരുക്കർമ്മങ്ങൾക്ക് തടസ്സം നേരിട്ടിരിക്കുകയായിരുന്നു. ഏപ്രിൽ മുതൽ പൊതു ആരാധനകൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പുതിയ തീരുമാനമനുസരിച്ച് ദേവാലയങ്ങളിലെ ആരാധനകൾക്കായി വിശ്വാസികൾ വീണ്ടും ഒത്തുകൂടും. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ മീറ്റ് ഒക്ടോബർ 19 മുതൽ 23 വരെ റോമിൽ നടക്കും. 32 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഗ്ലോബൽ മീറ്റിന് മുന്നോടിയായി 40 രാജ്യങ്ങളിലൂടെയുള്ള പതാക പ്രയാണത്തിന് തുടക്കം കുറിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പലിന് പതാക കൈമാറി പ്രയാണം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത കാത്തലിക് അപ്ഡേറ്റ്സ് ഇനി വെള്ളിയാഴ്ച. നന്ദി.